ഹായ് ഹലോ നമസ്കാരം. കിച്ചസ് കുറുമ്പി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു പുതിയൊരു തീമായിട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് ബിൻഡേജ് ചേച്ചീനെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മളൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടാണ് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് ചേച്ചിയെ പരിചയപ്പെട്ടു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ചേച്ചിയോട് അന്ന് ചോദിക്കണം വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ചേച്ചി നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആളാണ്. ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സും ഇടുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതന്നെയാണ് എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്. അത് മാത്രമല്ല, ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, ഇടം എന്നാണ് ചാനലിന്റെ പേര്. പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്. അപ്പൊ അതിൽ ഈ അടുത്ത് ഞാനൊരു പോസ്റ്റും കൂടെ കണ്ടു. ചേച്ചി ഒരു ഡ്രസ്സ് ഇട്ടപ്പോ അതിനെ കുറിച്ച് ഒരാള് കമന്റ് അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസം ചേച്ചി വേറൊരു പിന്നെ ഡ്രസ്സും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ആയിട്ടുള്ള അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. എന്താണ് ചേച്ചിക്ക് ഇന്നത്തെ കാലത്തെ നമ്മുടെ ഈ സമൂഹത്തില് ഡ്രസ്സുകൾ അത് ഇതിനെ കുറിച്ച് ഇടുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് ആരും തന്നെ താങ്ക് യു. എന്നോട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരാൾ ചോദിച്ചാൽ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻസറോടെ ഇരിക്കുന്നതാണ്. കാരണം സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മളിത് പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഡ്രസ്സ് ഇടുമ്പോഴും നമ്മളെ വ്യത്യസ്തമായ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും നമ്മൾ സമൂഹത്തിൽ മറ്റാളുകൾ നമ്മൾ നോക്കിക്കാണുന്ന രീതി, നമ്മളോട് പറയുന്ന കമൻറ്റ്, അതൊക്കെ വ്യത്യസ്തമായ കമൻറ്റാണ്. സാരിയിൽ കാണുമ്പോൾ കുറേ ടീമിന് പ്രത്യേക ഇഷ്ടങ്ങൾ ഉണ്ടാവുക, മറ്റു ഡ്രസ്സിൽ. അപ്പം ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒരു താങ്ക് യു. പിന്നെ ഞാൻ എല്ലാ ടൈപ്പും ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആളും ചെറുപ്പം തൊട്ട് ആഗ്രഹിച്ച ആളും ചെറുപ്പം തൊട്ട് അത് സാധിക്കാതെ പോയ ആളുമാണ്. കാരണം നമ്മുടെയൊക്കെ വീടുകളിലും യാഥാസ്ഥിതികമായിട്ടുള്ള ആളുകളായിരിക്കും, അവരിത് സമ്മതിക്കൂല. അപ്പൊ എപ്പോൾ സാധിക്കും എന്നോർത്ത് വിങ്ങി 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 പോകുന്നു. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് അന്ന് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇഷ്ടത്തിന് പറ്റില്ല, ഇത് പാടില്ല, ആരൊക്കെയോ പറയുന്നത് ചെയ്യണം. അപ്പൊ ആ രീതിയിലൊക്കെ വന്ന് 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 കുറേ നമ്മൾ മുന്നോട്ട് പോന്നു കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ റൈറ്റാണ്, നമ്മുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റാണ്. അത് നമുക്ക് ബോധ്യം വരുന്ന സ്ഥലം തൊട്ട് പിന്നെ നമ്മൾ ഭയം മാറ്റി വെച്ചുകൊണ്ട് ഇതങ്ങോട്ട് ചെയ്യാൻ റെഡിയാവുക. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് ഉള്ളിൽ ഇത് സഫർ ചെയ്തിട്ട് നമ്മൾ ഇനി എങ്ങോട്ടാ, നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാണ്ട് ഇനി എങ്ങോട്ടാ? അപ്പൊ ഡ്രസ്സിലാണോ നമ്മുടെ ജീവിതം ചോദിച്ചാൽ അതെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധ്യമാവണം. ആഗ്രഹിക്കുന്ന എല്ലാം സാധ്യമാവണമെന്ന് ചോദിച്ചാൽ അല്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മളിവിടെ നിയമം മൂലം അതിനെ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, പരിശോധിച്ചിട്ടൊക്കെ. അപ്പം നിയമപരമായിട്ട് നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് തരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടല്ല നമ്മുടെ പ്രശ്നം. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ ഏത് രീതിക്ക് ഇത് ബാധിക്കും നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാം. നമുക്കത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഒരു റൈറ്റാണത്. നമ്മുടെ മതവിശ്വാസം, നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, നമ്മുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം, അതൊക്കെ. അപ്പം ഞാൻ ആ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ റൈറ്റ് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അല്ല, ഞാനിപ്പോ ഇപ്പോ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു കുടുംബത്തിലുള്ള ആളുകളാകുമ്പോ അവർക്ക് ഒരു പ്രായം, ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഇന്ന ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ എന്ന രീതി ഉണ്ട് അല്ലേ? തലമുറ. ഇപ്പൊ അങ്ങനെയല്ല. അതായത് സാരി അല്ലെങ്കിൽ ചുരിദാർ, ഇതിനപ്പുറത്തേക്ക് ഒരു ജീൻസോ അല്ലെങ്കിൽ വേറെയുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല അല്ലേ? അങ്ങനെ അത് ഇപ്പത്തെ ചെറുപ്പക്കാർ നമ്മളത് എടുത്തു പറയണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും കേട്ടോ, അതാത് സമയത്ത് ചെറുപ്പക്കാരാണ് ആ കാലഘട്ടത്തിലേക്ക് വിപ്ലവം കൊണ്ടുവരുന്നത്. എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അതാത് കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ ഒന്നും കൂടെ മുന്നോട്ടേക്ക് വന്നിട്ട് ഈ ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ ബോധേഡായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലും അതെ, ഇതിനൊക്കെ എതിർക്കുന്നവരുണ്ട്. നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ശരികളെ കുറിച്ച് പറയുക. പിന്നെ നമ്മളൊക്കെ ഓരോ പേഴ്സണാലിറ്റി ഓരോ ടൈം എത്തുമ്പോൾ ഓരോ പേഴ്സണായിട്ട് മാറണം. നമ്മളെപ്പോഴും മറ്റൊരാളുടെ അണ്ടറിലല്ല എന്നുള്ള ബോധത്തിൽ ഇതൊക്കെ വളരെ ഉത്തരവാദിത്തം കൂടിയ കാര്യങ്ങളാണ്. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് പിണക്കുണ്ടാവും, നമ്മളെ കുറ്റപ്പെടുത്തലുണ്ടാവും, നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാവും. പക്ഷേ ഇതിനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ടും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും കൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതും വേണം ഇതും വേണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അതിന്റെ കുറച്ച് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കും.
അപ്പൊ അത് അനുഭവിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒക്കെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇടുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് ഉണ്ടാക്കാത്ത കാര്യങ്ങൾ ഒക്കെ ചെയ്യാന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്തായാലും നല്ല ക്വസ്റ്റ്യൻ, എനിക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ചേച്ചി, അപ്പൊ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രസ്സൊക്കെ ധരിക്കണം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയാ മോട്ടിവേഷൻ ആണ് കേട്ടോ. അപ്പോ എങ്ങനെയാണ് ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്? ഹസ്ബൻഡ്, മക്കള് അതൊക്കെ ആണല്ലോ വീട് എന്ന് പറയുമ്പോ, അപ്പൊ അവിടെ നിന്നുള്ള ഒരു സപ്പോർട്ട് അതെങ്ങനെയാണ് ചേച്ചിക്ക്? പറഞ്ഞാൽ എനിക്ക് കുറെ നമ്മുടെ സമയം അതിക്രമിച്ചു പോകുന്ന പോലെ പറയും. വളരെ സപ്പോർട്ടീവ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിന് തന്നെ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവരും ഈ ഭരണഘടനാപരമായിട്ട് ചിന്തിക്കുകയും ഹ്യൂമൻ റൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയിലാണ് എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം മറ്റൊരു ഫാമിലിയിലൊക്കെ ഉണ്ടാവുന്നതിനെക്കാട്ടിലും എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളിടത്തേക്ക് കയറി നിൽക്കരുത് എന്നുള്ളൊരു ബോധ്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെ എൻ്റെ പങ്കാളിയായിട്ടിരിക്കുന്ന ആളും എൻ്റെ മോനും മരുമകളും. എല്ലാവർക്കും അറിയാം ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. അപ്പോൾ അവരൊക്കെ അതെ നമ്മളോട് വളരെ കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് എൻ്റെ റൈറ്റാണ്. അതേ കൂട്ട് അവരുടെ റൈറ്റിലേക്ക് ഞാനും കയറി നിൽക്കരുത്. ഒരു വീടിനകത്താവുമ്പോഴും വ്യത്യസ്തരായ 4 ആളുകളാണ് ഞങ്ങൾ ഒരു വീട്ടിൽ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ് അവർ നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചീന്റെ ഇഷ്ടങ്ങൾക്കൊന്നും അവരെതിരല്ല. അതായത് നീ എൻ്റെ ഓണർഷിപ്പിലുള്ള ഒരാളാണ്, എനിക്കൊരു മുതലാളി ഇല്ല, ഞാനാണ് എൻ്റെ ഓണർ. മനസ്സിലായോ? എൻ്റെ ഓണർഷിപ്പ് എനിക്കാണ്. എൻ്റെ ലൈഫ് പാർട്ണർ എൻ്റെ ലൈഫ് പാർട്ണറാണ്. മനസ്സിലായോ? ഞങ്ങൾ ഒരുമിച്ച് എടുക്കേണ്ട കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഞങ്ങൾ കൂടി തീരുമാനിക്കുന്നിടത്താണ് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ്. അല്ലാതെ ഞാൻ പുള്ളിയുടെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരാളായി മാറുകയും പുള്ളി എൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരാളായി മാറുകയും ചെയ്യുന്നില്ല. അവിടേക്ക് ഞങ്ങൾ കയറി നിൽക്കുന്നില്ല. അപ്പൊ അത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ വേണ്ടെന്ന് ചിന്തിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ശരിയെന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിക്ക് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അറിവ് മുന്നോട്ട് പോകും തോറും നമ്മുടെ യൂട്യൂബിലൂടെ കേട്ട പരിചയങ്ങള്, കേട്ട പ്രസംഗങ്ങള്, പിന്നെ മോൻ ഇതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു പങ്ക് പറയാതിരിക്കാൻ വയ്യ. മോനാണ് എൻ്റെ മകൻ. അവൻ പഠിക്കാൻ പോയിട്ട് പിന്നീട് അവൻ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ ഇഷ്യൂവിനിടയിലേക്ക് ഇടപെട്ടുകൊണ്ട് അത് ശരിയല്ല എന്ന് ന്യായം മാത്രം പറയുകയും, ഒരാൾ അച്ഛനായതുകൊണ്ട് അച്ഛൻ്റെ സൈഡ് പറയാം, അങ്ങനെ ഇല്ല. നമുക്ക് അവിടെ ഇങ്ങനെ ഹയറാർക്കി ഇല്ല. നമുക്ക് ഉണ്ടാവുന്ന ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഒരു ഇഷ്യൂവിനാണ് പരിഹാരം പറയണേ. അല്ലാതെ അച്ഛനായതുകൊണ്ട് ഇതാവാം അങ്ങനെ ഇല്ല, അമ്മയായതുകൊണ്ട് ഇതാവാം അതില്ല. അപ്പൊ ആ വിഷയത്തില് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഇതിന് പിന്നെ പുറകിലും തരുമ്പോ ഫാമിലി നല്ല അതെ. അപ്പൊ ആ മോൻ ആ പറയുന്നത് ശരി ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടു നിൽക്കുന്ന ഒരാൾക്ക് അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാനും കൂടെ മൈൻഡ് വേണം. ഇപ്പൊ ഇവിടെ ഹസ്ബൻഡ് പറയാണ് അങ്ങനെ പറ്റില്ല, അതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകും. എന്താ പറഞ്ഞാല് ശരി ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ആളെ നീക്കി നിർത്തേണ്ട പോലത്തെ സാഹചര്യങ്ങൾ നമുക്ക് വരും. അതൊക്കെ നമുക്ക് വേദനയോടുകൂടി. ഇതിപ്പോ എന്നെ സംബന്ധിച്ചുള്ള സന്തോഷം എന്താ വെച്ചാൽ ശരികൾ അംഗീകരിക്കാൻ പുള്ളി നമ്മുടെ കൂടെ റെഡി ആയിട്ട് നിൽക്കുന്നു. അത് ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നു, നമ്മളെ ചേർത്ത് പിടിക്കുന്നു, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുന്നാണല്ലോ പറയുന്ന കൂട്ടാകുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ അവർ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാ കാര്യവും 4 പേരും ചേർന്ന് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ആ വിഷയം. നീ അത് ചെയ്യേ, ഞാനിത് ചെയ്താൽ എങ്ങനെ, നീ അത് ചെയ്യേ, നീ എന്തിനാ ഭയക്കണം, അത് അതല്ലേ എന്ന് കൂട്ടത്തിന് 4 പേർക്കും ഇടയിൽ ഒരു ചർച്ചയുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു വിജയം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു പ്രയാസം പോലെയൊക്കെ അനുഭവിക്കും. നമ്മുടെ കുടുംബങ്ങളൊക്കെ കുറച്ച് പ്രയാസം അനുഭവിക്കും. പക്ഷെ ഞങ്ങളതൊക്കെ അവരോടൊക്കെ സഹകരിക്കാതെ നിങ്ങൾ എന്തേലും ആയിക്കോ ഞങ്ങൾ എന്തേലും ആവും, അങ്ങനെയല്ല. ഇതാണ് റൈറ്റ്, ഇത് ഞങ്ങൾ ചെയ്യും. പക്ഷെ നിങ്ങളാരെയും ഞങ്ങൾ ഒഴിവാക്കൂല, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചതൊക്കെ ഞങ്ങൾ ചെയ്യാൻ വിചാരിച്ചതല്ല, റൈറ്റ് ആണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ്. നല്ല തീരുമാനമായിരുന്നു എന്തായാലും. അപ്പൊ എന്തായാലും കുറച്ച് സമയമാണെങ്കിലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൂടെ നിന്ന് മറുപടി തന്നതിന് ഒരുപാട് താങ്ക്സ് ചേച്ചിക്ക്. ഓക്കെ, താങ്ക് യു.